അസ്സലാമു അലൈക്കും. സ്ത്രീധന വിരുദ്ധ സമിതിയുടെ ഭാഗമായി സ്ത്രീധനം എന്ന ദുരന്തത്തിന് പരിഹാരം തേടിക്കൊണ്ട് നമ്മുടെ MLA KT ജലീൽ അവറുകളുമായി നമുക്ക് പങ്കിടാം. സ്ത്രീധനം ഒരു സാമൂഹ്യ വിപത്തായി മാറിയിട്ട് കുറേ വർഷങ്ങളായി. ഇതിൻ്റെ ഒരു ആരംഭം വളരെ ചെറിയ നിലയിലായിരുന്നെങ്കിലും ഇന്നത് വളർന്ന് വളരെ വികാസം പ്രാപിച്ചിട്ടുണ്ട്. 2-3 പെൺകുട്ടികളുള്ളൊരു കുടുംബം എന്ന് പറയുന്നത് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാത്രം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു ധാരണ വ്യാപകമായിട്ടുണ്ട്. സ്ത്രീധനം അതിൻ്റെ ഇസ്ലാമികമായിട്ടുള്ള വിധിയെ സംബന്ധിച്ച് പണ്ഡിതന്മാരാണ് പറയേണ്ടത്. എന്നാൽ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒന്നും ഇസ്ലാം അതിൻ്റെ ഭാഗമായി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് മൊത്തത്തിൽ നമുക്ക് പറയാം. വലിയ സാമൂഹ്യ ദുരന്തങ്ങൾക്ക് സ്ത്രീധനം ഇടവരുത്തിയിട്ടുണ്ട് എന്നുള്ളതിന് നിരവധി സംഭവങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഇന്ന് ആഭരണമെന്നൊക്കെ പറയുന്നത്, സ്വർണമെന്നൊക്കെ പറയുന്നത് ഒരു കിട്ടാക്കനിയായി പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 4000-5000 രൂപയിൽ നിന്ന് 13,000 രൂപയിലേക്ക് ഒരു പവൻ്റെ വില വർദ്ധിച്ചിരിക്കുന്നു. പക്ഷേ ഈ വില വർധനവ് നമ്മളുടെ നാട്ടിൻപുറങ്ങളിലെ വിവാഹങ്ങളിൽ പ്രകടമായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. എങ്ങനെയെങ്കിലും ഇരിക്കുന്ന പുരയിടമെങ്കിലും പണയപ്പെടുത്തി പെൺമക്കളെ കെട്ടിച്ചയക്കാനുള്ള തത്രപ്പാടിലാണ് രക്ഷിതാക്കൾ. അവരുടെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. എങ്ങാനും അവർ മറ്റു മാർഗങ്ങൾ അന്വേഷിച്ച് പോയാൽ കാലതാമസമുണ്ടാവുകയും പെൺകുട്ടി തന്നെ തനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമോ എന്ന് രക്ഷിതാവ് ഭയപ്പെടുന്നു. ആ ഭയപ്പാടിൽ അർത്ഥമുണ്ട്. ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ നിരവധി പെൺകുട്ടികൾ അവരുടെ ശാരീരികമായിട്ടുള്ള നിവൃത്തിയുടെ പൂർത്തീകരണത്തിന് മറ്റു വഴികൾ കണ്ടെത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മറ്റു മത സമുദായങ്ങളുമായി ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും സഹകരിപ്പിച്ചുകൊണ്ട്, ഇത് മുസ്ലിങ്ങൾ മാത്രം അഭിമുഖീകരിക്കുന്ന ഒരു ദുരന്തമല്ല, മൊത്തത്തിൽ നമ്മളുടെ സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തെ സാമൂഹ്യമായിട്ട് തന്നെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമെന്നുള്ള നിലയിലാണ് ഇത്തരം ഒരു സംരംഭം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. ഈ പ്രവൃത്തി സാധാരണ രീതിയിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനത്തിനപ്പുറം വലിയ ഉദാത്തത കൈവരിക്കും എന്ന ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം അത്രയും വലിയ ഒരു സാമൂഹ്യ വിപത്തിനെതിരായി ഇറങ്ങിപ്പുറപ്പെടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഒരുപാട് പ്രതിബന്ധങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമുക്ക് ഭാവിയിൽ ഇടവരുത്തുന്ന ഒരു പ്രശ്നവും കൂടിയാണ്. ഏതായാലും ഇത്തരം ഒരു ധീരമായിട്ടുള്ള കാൽവെപ്പിന് മുതിർന്ന, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ നല്ല മനുഷ്യരെയും ഞാൻ ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇതിനുള്ള ഒരു പ്രതിവിധി എന്താണെന്ന ചോദ്യത്തിന് സ്ത്രീധനത്തോളം തന്നെ പഴക്കമുണ്ട്. ഫലപ്രദമായിട്ടുള്ള പ്രതിവിധികളൊന്നും ഉണ്ടായില്ല എന്നതാണ് ഇന്നുവരെയുള്ള അനുഭവങ്ങൾ തെളിയിക്കുന്നത്. എല്ലാവരും ഇതൊക്കെ പറയും, പക്ഷേ പ്രവൃത്തി പഥത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായിട്ടുള്ള ന്യായവാദങ്ങളുണ്ടാകും. അതുകൊണ്ടാണ്
പല പരിഷ്കരണ സംരംഭങ്ങളും ഇല്ലാതാകുന്നതും മുളയിലെ തന്നെ നശിച്ചു പോകുന്നതും. ആ ഒരു ഗതി സ്ത്രീധന വിരുദ്ധ സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും സംഭവിക്കരുത്. അത് സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നും സ്ത്രീധനം എല്ലാവരും വെറുക്കുന്നതായിട്ട് പോലും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. എല്ലാ മതസംഘടനകളും ഇക്കാര്യത്തിൽ കർശനമായ ചില തീരുമാനങ്ങൾ എടുക്കണം. മഹല്ല് കമ്മിറ്റികൾക്ക് ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്താൻ കഴിയും. മുസ്ലിം വിവാഹക്രമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, സംവിധാനമാണ് മഹല്ല് കമ്മിറ്റികളെന്ന് പറയുന്ന സംവിധാനം. മഹല്ല് കമ്മിറ്റികൾക്ക് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി പ്രായോഗികമായ ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ വ്യാപകമായ ബോധവൽക്കരണവും ഉണ്ടാവേണ്ടതുണ്ട്. സ്ത്രീധനം വാങ്ങുകയില്ല അല്ലെങ്കിൽ വാങ്ങരുത് എന്നുള്ള ചിന്ത ഓരോ ചെറുപ്പക്കാരൻ്റെയും മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. അവനത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് സമൂഹത്തോട് താൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മഹത്തരമായ കാര്യമാണ് എന്നുള്ള ഒരു ബോധ്യം അവന് ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരമൊരു ബോധ്യപ്പെടുത്തൽ നമ്മളുടെ വളർന്നു വരുന്ന തലമുറയോട് നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം. പെൺകുട്ടികൾക്ക് ഇക്കാര്യത്തിൽ ഏറെ ഒന്നും ചെയ്യാനില്ല. അവർ ഒരളവോളം നിസ്സഹായരാണ്. ആ ഒരു നിസ്സഹായതയെ അതിസമർത്ഥമായി ചൂഷണം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ നാട്ടിൽ ചെയ്യുന്നത്. മതസംഘടനകൾ, മഹല്ല് കമ്മിറ്റികൾ, മറ്റു അധികാര കേന്ദ്രങ്ങൾ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ശ്രമങ്ങളിലൂടെ മാത്രമേ ഇതിനെ ശാശ്വതമായിട്ട് ഇല്ലാതാക്കുവാൻ വേണ്ടി കഴിയൂ. അങ്ങനെ ഇല്ലാതാകുന്ന ഒരു ദിവസമുണ്ടാകുമെങ്കിൽ അന്നായിരിക്കും അനുഗ്രഹത്തിൻ്റെ മാലാഖമാർ ഭൂമിലോകത്ത് ഏറ്റവും കൂടുതൽ വിഹരിക്കുക എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള